അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1320, സൂറത്തു തൗബ 118 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وعلى الثلاثة الذين خلفوا. തബൂക്ക് യുദ്ധത്തെ തൊട്ട് പിന്തിക്കപ്പെട്ട 3 പേരുടെ മേലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിച്ചു. ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്. ഭൂമി വിശാലമായതോടുകൂടെ ഭൂമി അവരുടെ മേലിൽ കുടുസായി. വലാഖത്ത് അലൈഹിം അൻഫുസുഹും, അവരുടെ ശരീരം തന്നെ അവരുടെ മേലിൽ കുടുസായി. വലന്നു, അവർ വിചാരിക്കുകയും ചെയ്തു, അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിനെ തൊട്ട് അവനിലേക്കല്ലാതെ അഭയമില്ല എന്ന്. സുമ്മ താബ അലൈഹിം ലിയതൂബു, അവർ പശ്ചാത്തപിക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. പിന്നീട് ഇന്നല്ലാഹ ഹുവ തവ്വാബു, നിശ്ചയം അല്ലാഹു തആല വല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അർറഹീമു, അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനുമാണ്. വിശ്വാസികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിർ അൻസാറുകൾക്കും അല്ലാഹു തആല തൗബ സ്വീകരിച്ചു, വിട്ടുവീഴ്ച ചെയ്തു എന്ന് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ വിശ്വാസികളിൽ നിന്ന് 3 പേരെ പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ സൂക്തത്തിൽ. അതാണ് വഅല സലാസത്തില്ലദീന ഖുല്ലിഫു, യുദ്ധത്തിൽ നിന്ന് പിന്തിക്കപ്പെട്ട, തബൂക്കിലേക്ക് പോകുന്നതിന് തൊട്ട് പിന്തിക്കപ്പെട്ട 3 പേരുടെ മേലിൽ പശ്ചാത്താപം അല്ലാഹു തആല സ്വീകരിച്ചു. അവർക്ക് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തു. അവിടെ ഖുല്ലിഫു എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കപ്പെട്ടു, പിന്തിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അൽ ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തെ തൊട്ട് പിന്തിക്കപ്പെട്ടു, യുദ്ധത്തിന് അവർ പോയില്ല എന്നർത്ഥം. ഇനി വേറെ ചില റിപ്പോർട്ടുകളിലുള്ളത് ഖുല്ലിഫു എന്ന് പറഞ്ഞാൽ ഉർജി അംറുഹും അൻ തൗബത്തി അബീ ലുബാബത വഅസ്ഹാബിഹി, യുദ്ധത്തിന് പോകാത്ത വേറെയും കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അബൂ ലുബാബത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ പശ്ചാത്താപം നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ തന്നെ തൗബ സ്വീകരിച്ച കൂട്ടത്തിൽപ്പെട്ടല്ലോ. എന്നാൽ ഈ 3 പേരുടെ കാര്യം അപ്പോൾ അല്ലാഹു തആല പരിഗണിച്ചില്ല, അത് പിന്തിക്കപ്പെട്ടു, പെൻഡിംഗ് ആയി. ആ 3 പേരെന്ന് പറയുന്നത് ഹും കഅബ് ബിൻ മാലിക്കിന് ഷാഇർ, മുറാറത്ത് ബിൻ റബീഅ്, ഹിലാൽ ബിൻ ഉമയ്യ, കുല്ലുഹും മിനൽ അൻസാർ. മദീനക്കാരായ 3 സഹാബിമാരാണത്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു. ഈ 3 പേരാണ് തീരുമാനങ്ങളുടെ പശ്ചാത്താപം താമസിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിക്കപ്പെട്ട 3 പേർ എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം വളരെ വിശാലമാണ്. മഹാനായ ഇമാം ബഗവി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിക്കുന്നത് കാണാം. അബ്ദുല്ലാഹി ബിൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ മാലിക് തങ്ങളുടെ, അതായത് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, വകാന ഖായിദ കഅബിൻ മിൻ ബനീഹി ഹീന അമിയ, അദ്ദേഹത്തിന് അന്ധത ബാധിച്ചപ്പോൾ വാപ്പാനെ കൈപിടിച്ചു കൊണ്ടുപോയിരുന്ന ആളാണ് മകൻ. ആ മകൻ പറയാണ്, സമയത്ത് കഅബ് ബിൻ മാലിക് യുഹദ്ദിസു ഹീന തഖല്ലഫ അൻ ഗസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിനെ തൊട്ട് പിന്തിയ കഥ ഉപ്പ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയണത്? ലമ്മ തഖല്ലഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വത്തിൻ ഗസാഹ ഖത്തു ഇല്ലാ ഫി ഗസ്വത്തി തബൂക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഒരു യുദ്ധത്തിലും ഞാൻ പുറകോട്ട് പോയിട്ടില്ല, എല്ലാ യുദ്ധത്തിലും മുന്നണി പോരാളിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു, തബൂക്കിലൊഴിച്ച്. എന്നാൽ ബദറിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല.
പക്ഷെ ബദറിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തആല ആരെയും ആക്ഷേപിച്ചിട്ടും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ലഭ്യമായ ആളുകളെയും കൊണ്ട് വളരെ പെട്ടെന്ന് പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാത്ത ഒരു പ്രദേശത്ത് വെച്ച്, അല്ലെങ്കിൽ കണക്ക് കൂട്ടാത്ത ഒരു വിധത്തിൽ, പ്ലാനില്ലാത്ത രൂപത്തിൽ ശത്രുക്കളുമായി ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ സംബന്ധിക്കാത്തവരെ സംബന്ധിച്ച് അല്ലാഹു തആല ആക്ഷേപം പറഞ്ഞിട്ടില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വലഖദ് ശഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ അഖബ ഹീന തവാസഖന അലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കരാറുണ്ടാക്കുന്ന അഖബ ഉടമ്പടിയിൽ, അഥവാ മദീനയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹിയെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതുവരെ കഷ്ടപ്പെടുമോ അത്രയൊക്കെ തങ്ങൾക്കും കൂടെ വരുന്നവർക്കും വേണ്ടി കഷ്ടപ്പെടാൻ മദീനക്കാരായ ഞങ്ങൾ റെഡിയാണ്. അതുകൊണ്ട് തങ്ങൾ മദീനയിലേക്ക് വരണം, വിശ്വാസികളും കൂടെ വരണം എന്ന് പറഞ്ഞ് നബിതങ്ങളെയും വിശ്വാസികളെയും മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ കരാറുണ്ടാക്കി. ജംറത്തുൽ അഖബയുടെ സമീപത്ത് വെച്ച് ഹജ്ജ് വേളയിൽ നബിതങ്ങൾ ഹിജറ പോകുന്നതിന് മുമ്പ് അന്ന് ആ കരാറിൽ ഞാനും സംബന്ധിച്ചിരുന്നു. എന്നാൽ ബദറിൽ പങ്കെടുക്കുന്നതിനേക്കാളും വലിയ പവറായി എന്നെ സംബന്ധിച്ചിടത്തോളം ആ കരാറ് തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം എന്താ, ബദറാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയും അതേപോലെ തന്നെ പ്രസിദ്ധവുമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബദറിലേക്കൊക്കെ കാര്യങ്ങൾ നയിച്ചതും അവിടെ സുഗമമായ ഒരു സാഹചര്യങ്ങളിലേക്ക് വേദി ഒരുക്കപ്പെട്ടതിന്റെയും ഒക്കെ തുടക്കം വാസ്തവത്തിൽ മുത്തുനബിയെയും സഹാബത്തിനെയും മദീനത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിസ്ഥാന വിജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് അന്നത്തെ ഞങ്ങളുടെ ക്ഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തികരമാകും വിധത്തിലുള്ള ഞങ്ങളുടെ വാഗ്ദാനവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു അഖബ ഉടമ്പടിയിൽ പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ആ കരാറിൽ സംബന്ധിക്കാനും സന്നിഹിതനാകാനും സൌഭാഗ്യമുണ്ടായി എന്നത് അതൊരു വല്ലാത്ത സന്തോഷമായി, ഒരു വലിയ സൌഭാഗ്യമായി ഞാൻ കാണുന്നുണ്ട് എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ തബൂക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താ, ഞാന് വകാന മിൻ ഖബരി അന്നീ ലം അകുൻ ഖത്തു അഖ്വാ വലാ ഐസറ ഹീന തഖല്ലഫ്തു അൻഹു ഫീ തിൽക്കൽ ഗസാ. ഈ തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഭൗതികമായ അനുകൂല ഘടകം മുമ്പൊരിക്കലും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് എനിക്ക് ഏറ്റവും നല്ല ശാരീരിക ക്ഷമതയും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മെച്ചവും സൌകര്യങ്ങളും എല്ലാം ഉള്ള ഘട്ടമായിരുന്നു അത്. അതിനു മുമ്പൊന്നും 2 വാഹനങ്ങൾ ഒരേ സമയത്ത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് തബൂക്ക് യുദ്ധം നടക്കുന്ന സമയം എന്റെ കയ്യിൽ 2 വാഹനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണഗതിയിൽ ഏതൊരു യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോഴും അതൊന്നിങ്ങനെ മറച്ചു പറയുന്ന പതിവാണ് തങ്ങൾക്ക്. നേരെ യുദ്ധമുണ്ട് എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് സൂചനയാവും വിധത്തിലുള്ള ഒരു പദപ്രയോഗമായിരിക്കും തങ്ങൾ നടത്തുക. എന്നാൽ ഈ തബൂക്ക് യുദ്ധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ശരിയായ യുദ്ധം തന്നെയാണ് എന്ന് പച്ചയായി പറയുകയായിരുന്നു ചെയ്തത്. ആ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിക്കുന്നതും അതികഠിനമായ ചൂടുള്ള സമയത്താണ്. ദീർഘമായ യാത്ര ചെയ്തിട്ടും മരുഭൂമികൾ താണ്ടിയിട്ടും വലിയ ശത്രു വിഭാഗത്തെ നേരിട്ടിട്ടും നടത്തേണ്ട യുദ്ധമായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളോട് നേരത്തെ തന്നെ യുദ്ധത്തിന്റെ ഗൌരവവും അതേപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്തിനാണതിൽ യതഅഹബു ഉഹ്ബത ഗസ്വിഹിം, അവരുടെ യുദ്ധത്തിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും വളരെ പൂർണ്ണമായ വിധത്തിൽ കുറ്റമറ്റ രീതിയിൽ അവരെടുക്കുന്നതിനു വേണ്ടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാധാരണഗതിയിൽ പറയാത്ത വിധത്തിലുള്ള ഒരു ശൈലി ഈ യുദ്ധത്തെ സംബന്ധിച്ച് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളും ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ യുദ്ധത്തിൽ സംബന്ധിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു യുദ്ധങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ആൾക്കൂട്ടം ഈ യുദ്ധത്തിൽ മുത്തുനബിന്റെ കൂടെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധത്തിൽ നിന്നൊരാൾ വിട്ടുനിൽക്കണം, അല്ലെങ്കിൽ ഒഴിവാകണമെന്ന് വിചാരിച്ചാൽ പോലും അദ്ദേഹം ഒഴിവായിട്ടുണ്ടല്ലോ എന്ന് നബിതങ്ങൾക്ക് കണ്ടെത്താൻ പ്രയാസമാകും വിധത്തിലുള്ള ജനക്കൂട്ടം ഈ സംഘത്തിലുണ്ട്. അപ്പൊ അത്രയും ആൾക്കൂട്ടമുള്ള ഒരു യുദ്ധമാണ് ആ യുദ്ധം. ആ യുദ്ധം നടക്കുന്ന സമയം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നല്ലോണം ഈത്തപ്പഴം പഴുത്തു നിൽക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും യുദ്ധത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തി.
ആ കൂട്ടത്തിൽ ഞാനും എന്റെ വീട്ടിലേക്ക് വരും, യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് ചിന്തിക്കും. പക്ഷെ വീട്ടിൽ വന്നാൽ എനിക്ക് തോന്നും ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒക്കെ പുറപ്പെട്ടു പോയിക്കോട്ടെ, എന്റെ അടുത്ത് നല്ല പവർഫുൾ ആയിട്ടുള്ള വാഹനമുണ്ടല്ലോ, ഞാൻ ഓടിച്ച് റസൂലുള്ളാഹിയോടൊപ്പം വഴിയിൽ വെച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ ഫർജിഉ വലം അഖ്ലി ശൈഅ, ഞാൻ വീട്ടിലേക്ക് വരും, യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചാണ് വരിക, പക്ഷെ ഞാൻ പിന്നീടാവാം എന്ന നിലക്ക് ഒന്നും ചെയ്യാതെ ഞാൻ മടങ്ങും. വാഖൂലു ഫീ നഫ്സി, ഞാനിങ്ങനെ മനസ്സിൽ പറയും, അങ്ങനെ പിന്നെ ഒരുങ്ങാമെന്ന് ചിന്തിക്കുമ്പോ അന ഖാദിറുൻ അലൈഹി ഇദാ അറത്തു, എപ്പ മുത്തനബിന്റെ ഒപ്പം എത്തണമെന്ന് വിചാരിച്ചാലും ജോയിൻ ചെയ്യാൻ സാധിക്കും വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാണല്ലോ എനിക്ക് എന്ന് ചിന്തിക്കും. അങ്ങനെ ആ ഒരവസ്ഥ വളരെ സമയം നീണ്ടുപോയി. എപ്പോ വീട്ടിലേക്ക് വന്ന് ഒരുങ്ങാൻ തീരുമാനിച്ചാലും എനിക്ക് അങ്ങനെ തോന്നും, എനിക്ക് എന്തോ ഒരു തടസ്സം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും യുദ്ധത്തിനു വേണ്ടി ഇതാ പുറപ്പെടുകയായി. ആ സമയത്തും ഞാൻ ഒരു ഒരുക്കവും നടത്തിയിട്ടില്ല. അപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, അതജഹസു ബഅദഹു ബിയൗമിൻ ഔ യൗമിൻ സുമ്മ അൽഹഖുഹും, ഞാൻ 1-2 ദിവസം കഴിഞ്ഞിട്ട് പുറപ്പെട്ടാലും നബി തങ്ങളോടൊപ്പം സംഘത്തിൽ ചേരാൻ എനിക്ക് സാധിക്കും, എന്റെ വാഹനം അതിനു മാത്രം പവർഫുൾ ആണ് എന്ന് ചിന്തിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം ബഹുമാനപ്പെട്ട സഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യുദ്ധത്തിന് പുറപ്പെട്ടു പോയതിനു ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു. യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങാനായിരുന്നു വരവ്, പക്ഷെ പിന്നെയും ഞാൻ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോയി. ഇതേ അവസ്ഥ വീണ്ടും വീണ്ടും തുടർന്നു. ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി. സഹാബത്ത് എത്രയോ ദൂരം പിന്നിട്ടിരിക്കുന്നു എന്ന ഘട്ടം വന്നു. യുദ്ധത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ വിചാരിച്ചാലും എനിക്ക് അവരുടെ കൂടെ എത്താൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നു. അതുവരെയും ഞാൻ ഓരോ ദിവസവും വരും, ഒരുങ്ങണമെന്ന് ചിന്തിക്കും, പക്ഷെ എനിക്ക് പിന്നീടാകാമെന്ന് തോന്നും. ബഹുമാനപ്പെട്ടവർ പറയണോ, ലൈതനി ഫഅൽതു, ഒരുങ്ങണമെന്ന് തോന്നി വരുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഞാനങ്ങനെ ചെയ്താൽ മതിയായിരുന്നു പടച്ചവനെ, പക്ഷെ ഞാൻ ചെയ്തില്ല, എന്നെ കൊണ്ടതിന് പറ്റിയില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യുദ്ധത്തിന് പോയതിനു ശേഷം ഇനി എന്തായാലും ഞാൻ പോയാൽ എത്തൂലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ഫകുന്തു ഇദാ ഖറജതു ഫിന്നാസി, ഞാൻ ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഞാൻ നോക്കും എന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ യുദ്ധത്തിനൊരു കാരണവുമില്ലാതെ പോകാത്ത കൂട്ടത്തിൽ എനിക്ക് ഏതെങ്കിലും കമ്പനി കിട്ടുമോ എന്ന്. അങ്ങനെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഇതിൽ പെടുകയാണെങ്കിൽ കൂടെ മുങ്ങാൻ ഒരാളുണ്ടോന്ന് ഞാനിങ്ങനെ നോക്കി. അപ്പോഴതാ എന്നെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഗതി നടന്നു. എന്താണ്? അന്നീ ലാ ഉറാലി ഉസ്വതൻ ഇല്ലാ റജുലൻ മഗ്മൂസൻ അലൈഹി ഫിൻ നിഫാഖ് ഔ റജുലൻ മിമ്മൻ അസറല്ലാഹു മിനൽ ളുഅഫാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ യുദ്ധത്തിന് പോകാത്തവരുടെ കൂട്ടത്തിൽ എനിക്ക് മാതൃകായോഗ്യരായ ഒരാളെയും കാണാൻ പറ്റുന്നില്ല. കൊള്ളാവുന്ന ഒരാളും എനിക്ക് കമ്പനിക്കില്ല. ഒന്നുകിൽ കപടനാണെന്ന ദുഷ്പേരുള്ളവനോ അല്ലെങ്കിൽ അല്ലാഹു തആല ബലഹീനരായതും ദുർബലരായതിന്റെയും പേരിൽ യുദ്ധത്തിൽ നിന്ന് ഒഴിവ് നൽകിയ ആളുകളോ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിൽ എത്തുന്നതുവരെ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ തബൂക്കിൽ എത്തിയതിനു ശേഷം സമൂഹത്തിന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചു അത്രേ, മാ ഫഅല കഅബ്, കഅബ് എന്ത് ചെയ്തു, എവിടെ കഅബ് ഇബ്നു മാലിക് എന്ന്. അപ്പോൾ ഫഖാല റജുലുൻ മിൻ ബനീ സലമ, ബനൂ സലമ ഗോത്രത്തിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബിസഹു ബുർദാഹു, ഓ നബിയെ, അദ്ദേഹത്തിന് ഇപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് മെച്ചാണ്, അദ്ദേഹത്തിന്റെ ധനം നോക്കി നടത്തുന്ന പണിയിലാണിപ്പോ, അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് യുദ്ധമൊന്നും വേണ്ട എന്ന കണ്ടീഷൻ വന്നതായിരിക്കും എന്ന് അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഫഖാല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഅസ മാ ഖുൽത, നീ പറഞ്ഞത് ശരിയല്ല. വല്ലാഹി യാ റസൂലല്ലാഹ് മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, അല്ലാഹുവിന്റെ റസൂലെ, കഅബ് ഇബ്നു മാലിക്കിനെ പറ്റി നല്ലതല്ലാതെ നമുക്കറിയില്ല, അദ്ദേഹത്തിന് അങ്ങനത്തെ ദുശ്ചിന്തയൊന്നുമില്ല, എന്താ എത്താത്തതെന്ന് അറിയില്ല എന്ന് ഫസഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു, ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. കഅബ് തങ്ങൾ തന്നെ പറയാണ്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയമായി. ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന വിവരം വന്നപ്പോ ഫതുഫ്തു അതദക്കറുൽ കദിബ വഖൂൽ ബിമാദാ അഖ്റുജു മിൻ സഖതിഹി അദാ. മുത്തുനബി നാളെ മദീനത്തെത്തിയാൽ പള്ളിയിലിരിക്കും. ആദ്യം യുദ്ധം കഴിഞ്ഞു വന്നാൽ തങ്ങളുടെ സ്വഭാവം അതാണ്, നേരെ പള്ളിയിലാണ് തങ്ങൾ വരിക. പള്ളിയിൽ വന്നിരുന്നതിന് ശേഷം യുദ്ധത്തിന് പോകാത്തവരൊക്കെ നബി തങ്ങളുടെ അടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് തങ്ങളിരിക്കുമ്പോ തങ്ങളുടെ അടുത്ത് വന്നിട്ട് യുദ്ധത്തിന് പോകാത്തവർ അവരുടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ബോധിപ്പിക്കും.
അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ആവശ്യപ്പെടും. മുത്തുനബി അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ആ വിഷയം അതോടുകൂടെ അവസാനിക്കും. പക്ഷേ നബി തങ്ങൾ ഇതാ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. തങ്ങളുടെ അടുത്ത് ഞാൻ നാളെ എന്ത് കളവ് പറഞ്ഞിട്ടാണ് രക്ഷപ്പെടുക എന്ന് ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. തങ്ങളെ മനസ്സിൽ വിഷമുണ്ടാവുന്ന സംഗതി ഇല്ലാത്ത വിധത്തിൽ ഒരടഞ്ഞ നുണ പറയാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാനിങ്ങനെ സ്വയം ആലോചിച്ചു. അതോടൊപ്പം തന്നെ വസ്തഅൻതു അലാ ദാലിക ബികുല്ലി ദീ റഅയ്യിൻ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന് അഭിപ്രായം പറയാൻ പറ്റുന്ന കൊള്ളാവുന്നവരോടൊക്കെ ഞാൻ സഹായം തേടുകയും ചെയ്തു. പക്ഷേ അങ്ങനെയൊക്കെ ചില നുണകളൊക്കെ പറയാമെന്ന കണക്ക് കൂട്ടൽ മനസ്സിലുണ്ടായെങ്കിലും ഫലമ്മാ ഖീല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അദല്ല ഖാദിമ സാഹ അന്നിൽ ബാത്തിൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ നുണ പറയണമെന്ന ചിന്ത എങ്ങോ പറന്നുപോയി. എനിക്ക് നുണ പറയാൻ തങ്ങളുടെ സന്നിധിയിൽ സാധിക്കില്ല എന്ന അവസ്ഥ വന്നു. വഅറഫ്തു അന്നി ലൻ അഖ്റുജ മിൻഹു അബദൻ ബിശൈഇൻ ഫീഹി കദിബുൻ, നുണയുള്ള എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത വാർത്ത പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഫാജിമഅതു സിദ്ഖഹു, മുത്തുനബിയോട് നേരെ പറയൂ, സത്യമേ പറയൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വാസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമ, മുത്തുനബി തിരിച്ചെത്തി. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ തങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് ജനങ്ങളുടെ ആ വിഷയങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി തങ്ങൾ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ജാഅഹുൽ മുഖല്ലഫൂന, യുദ്ധത്തിന് പോകാത്തവരായിട്ടുള്ള ആളുകളെല്ലാം നബി തങ്ങളുടെ അടുത്ത് വന്നു. തഫിഖൂ യഅ്തദിറൂന ഇലൈഹി വയഹ്ലിഫൂന ലഹു, അവരവരുടെ കാരണങ്ങൾ ബോധിപ്പിക്കുകയും സത്യം ചെയ്തുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. 80-ലധികം ആളുകൾ അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് കാരണങ്ങൾ പറഞ്ഞു. നബി തങ്ങൾ അവരിൽ നിന്നെല്ലാം ആ കാരണങ്ങൾ സ്വീകരിച്ചു. പരസ്യമായിട്ട് അവർ പറഞ്ഞതൊക്കെ സ്വീകരിക്കുകയും അവരുമായി ബൈഅത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അവരുടെ സ്വകാര്യത്തിൽ ഈ പറഞ്ഞതല്ലാത്ത വല്ലതുമുണ്ടെങ്കിൽ അത് പടച്ച റബ്ബിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഫജിഅ്തുഹു, ഞാൻ മുത്തുനബിന്റെ അടുത്ത് ചെന്നു. ഫലമ്മാ സല്ലംതു അലൈഹി, ഞാൻ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞപ്പോൾ തബസ്സമ തബസ്സുമൽ മുഗ്ളിബ്, ദേഷ്യം പിടിച്ച ഒരാൾ പുഞ്ചിരിക്കുന്നത് പോലത്തെ ഒരു ചിരിയാണ് നബി തങ്ങൾ എന്നോട് ചിരിച്ചത്. അതായത് എന്നോട് മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, തആൽ, വരൂ കഅബ എന്ന് പറഞ്ഞു. ഫജിഅ്തു അംശി ഹത്താ ജലസ്തു ബൈന യദൈഹി, ഞാൻ നടന്നു ചെന്ന് മുത്തുനബിന്റെ മുന്നിലിരുന്നു. ഫഖാല ലി, എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക്, എന്തായിരുന്നു യുദ്ധത്തിന് വരാതിരിക്കാൻ കാരണം? അലം തകുൻ ഖദ് ഇബ്തഅത ലഹറക്, വാഹനങ്ങളൊക്കെ വാങ്ങി നേരത്തെ റെഡിയാക്കിയിരുന്നുവല്ലോ, പിന്നെന്തേ വരാതിരുന്നത്? ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ വാഹനമൊക്കെ വാങ്ങിയിരുന്നു. ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലി ദുനിയാ, ഈ ഭൂമിയിൽ തങ്ങളല്ലാത്ത മറ്റാരുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും ലറഅയ്തു അന്നി സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്രിൻ, ഒരടഞ്ഞ കാരണം പറഞ്ഞ് ആക്സെപ്റ്റബിൾ ആയ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ പറഞ്ഞ് എനിക്ക് അങ്ങയുടെ ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ഞാൻ നടത്തുമായിരുന്നു. വലഖദ് ഉഅ്തീതു ജദലൻ, എനിക്ക് നല്ല തർക്കം നൽകപ്പെട്ടിട്ടുണ്ട്. അതായത് ആളുകൾ തർക്കിച്ച് എന്റെ വാദം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കഴിവെനിക്കുണ്ട്. പക്ഷെ വലാകിന്നി വല്ലാഹി ലഖദ് അലിംതു, എനിക്ക് ഉറപ്പുണ്ട് നബിയെ, ഇൻ ഹദ്ദസ്തുകൽ യൗമ ഹദീസ കദിബിൻ, എന്തെങ്കിലും ഒരു നുണയുള്ള വർത്തമാനം ഞാൻ തങ്ങളോട് പറഞ്ഞാൽ തർലാ ബിഹി അന്നി, തങ്ങൾ ആ വർത്താനം കേട്ടിട്ട് എന്നെപ്പറ്റി പൊരുത്തപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വല്ല വർത്തമാനങ്ങളും പറഞ്ഞാൽ ലയൂശിക്കന്നല്ലാഹു അൻ യുസ്ഖിതക അലയ്യ, എന്റെ മേലിൽ തങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന വിധത്തിൽ അല്ലാഹു തആല ഈ വിഷയത്തിന്റെ സത്യം വെളിപ്പെടുത്തുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം തങ്ങളോട് പറഞ്ഞാൽ ഒരു പക്ഷേ തങ്ങൾക്ക് എന്നോട് വിഷമം തോന്നുകയും ചെയ്യും. എന്തായാലും ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇന്നീല അർജു ഫീഹി അഫ്വല്ലാഹ്, അല്ലാഹു എനിക്ക് മാപ്പ് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ലാ വല്ലാഹി മാ കാന ലീ മിൻ ഉദ്രിൻ, നബിയെ എനിക്ക് യുദ്ധത്തിന് വരാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. വല്ലാഹി മാ കുന്തു അഖ്വാ ഖത്തു വലാ ഐസർ മിന്നീ ഹീന തഖല്ലഫ്തു അൻക, തബൂക്കിലേക്ക് വരാതെ ഞാൻ താമസിച്ച സമയത്തുണ്ടായിരുന്നത് പോലത്തെ ഭൗതിക അനുകൂല ഘടകം എനിക്ക് മുമ്പൊരിക്കലും ഉണ്ടായിരുന്നില്ല നബിയേ. അതുകൊണ്ട് എനിക്കൊരു കാരണമില്ലാതെ വരാണ്ടെന്നതാണ് എന്ന സത്യം പൂർണ്ണമായി അങ്ങ് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ നബി തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഇതാ ഈ കഅബുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് നേരാണ്. അതുകൊണ്ട് ഫഖും, കഅബേ നിങ്ങൾ എഴുന്നേൽക്കൂ. ഹത്താ യഖ്ളിയല്ലാഹു ഫീക്, നിങ്ങളെ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നില്ല, അല്ലാഹു തആല നിങ്ങളെ വിഷയത്തിൽ തീരുമാനം പറയട്ടെ, അതുവരെ നിങ്ങളിവിടെ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
എന്നോട് പറഞ്ഞു. ഫഖുംതു, ഞാൻ എഴുന്നേറ്റു. വസാര റിജാലും മിൻ ബനീ സലമത്ത ഫത്തബഊനി, ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ധാരാളം ആളുകൾ എന്റെ അടുത്തേക്ക് ഓടിക്കൂടി. എന്നിട്ട് അവരെന്നെ പിന്തുടർന്നുകൊണ്ട് ഫഖാലൂലി, എന്നോടവർ പറഞ്ഞു, വല്ലാഹി മാ അലിംനാക കുന്ത അദ്നബതദമ്മൻ ഖബല ഹാദാ, ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്തതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല കഅബേ, നിങ്ങൾക്കൊരു മോശമായ ട്രാക്ക് റെക്കോർഡില്ല. അതേസമയത്ത് ഇവിടെ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തെങ്കിലും ഒരു കാരണം ബോധിപ്പിച്ചുകൊണ്ട് എത്രയോ ആളുകൾ പല കാരണങ്ങളും പറഞ്ഞ് രക്ഷപ്പെട്ടില്ലേ, അതേപോലെ വല്ല കാരണവും പറഞ്ഞ് നിങ്ങൾക്കും രക്ഷപ്പെട്ടുകൂടായിരുന്നോ? ഖദ് കാന കാഫീക ദംബക ഇസ്തിഗ്ഫാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ആ തെറ്റ് പുറത്തു കിട്ടാൻ മുത്തുനബിയുടെ പൊറുക്കലിനെ തേടൽ മതിയാകുമായിരുന്നില്ലയോ എന്ന് എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ സത്യം പറഞ്ഞു പോയത് ഇവിടെ? അപ്പൊ വല്ലാഹി മാസാലു യുഅന്നിബൂനനി ഹത്താ റത്വൻ അർജിയവാ കദിബ നഫ്സി, ഞാൻ ചിന്തിച്ചുപോയി നബിതങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുപോയിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല നബിയെ, എനിക്ക് കാരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ സുമ്മ ഖുൽതു ലഹും, പിന്നീട് ഞാൻ അവരോട് പറഞ്ഞു, ഹൽ ലഖിയ ഹാദാ മഅഇ അഹദ്, ഇതേപോലത്തെ ഈ അനുഭവമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? അതായത് നേരത്തെ യുദ്ധത്തിന് പോകാത്ത ആൾക്കാരെ തെരഞ്ഞെടുപ്പാരും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ഇനി ഇതേപോലെ എന്റെ പോലെ ശിക്ഷ നൽകി മാറ്റി നിർത്തിയവർ വേറുണ്ടോന്ന് അന്വേഷിച്ചു. അപ്പൊ കാലു, അവര് പറഞ്ഞു, നഅം, അതേ ഉണ്ട്, റജുലാനി, രണ്ടുപേരുണ്ട്, കാലാ മിസ്ലമാ ഖുൽത, അവര് രണ്ടുപേരും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് കാരണങ്ങളൊന്നുമില്ല. അപ്പൊ അവരോട് പറഞ്ഞതും നിന്നോട് പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത്? നിങ്ങളെ വിഷയത്തിൽ അള്ളാഹ് തീരുമാനം എടുക്കട്ടെ, ഞാൻ ഇടപെടൂല എന്നാ മുത്തുനബി പറഞ്ഞത്. അത് കേട്ടോടുകൂടെ എനിക്കൊരു ചെറിയ ആശ്വാസം വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മൻഹുമ, അവരെ ആരാണ് രണ്ടുപേർ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ ജനങ്ങൾ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, മുറാറത്ത് ബിനു റബീഉൽ ഉമരി വഹിലാൽ ബിനു ഉമയ്യത്തുൽ വാഖിഫി, മുറാറത്ത് ബിനു റബീഉൽ ഉമരി തങ്ങളും ഹിലാൽ ബിനു ഉമയ്യത്തുൽ വാഖിഫി തങ്ങളുമാണ്. അത് കേട്ടപ്പോ ഫദകറൂലി റജുലൈനി സാലിഹൈനി ഖദ് ഷഹിദാ ബദറാ ഫീഹിമാ ഉസ്വ, എന്നോട് അവർ പറഞ്ഞ ഈ രണ്ടാളുകള്, അവർക്ക് രണ്ടുപേർക്കും നല്ല പാരമ്പര്യമുണ്ട്, അവർ രണ്ടുപേരും ബദരീങ്ങളാണ്. ബദരീങ്ങളുടെ കൂടെ ഉണ്ട സ്ഥിതിക്ക് എന്തായാലും അവസാനമായിട്ട് ഞാൻ കുടുങ്ങാതെ രക്ഷപ്പെടുന്നുള്ളൊരു ധൈര്യം എന്റെ മനസ്സിൽ വന്നു. ഫമളൈതുഹീന ദക്കറൂഹുമാലി, അവരെ രണ്ടുപേരെയും പേര് കേട്ടതോടുകൂടെ എനിക്കൊരാശ്വാസമായി. അങ്ങനെയാണല്ലോ ബദരീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും വെറുതെ ആക്കൂല. അതുകൊണ്ട് എനിക്കും എന്താവും, അവർക്ക് ആനുകൂല്യം കിട്ടുന്ന സമയത്ത് എനിക്കും ആനുകൂല്യം കിട്ടും. അതുവരെ കുറച്ചെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാലും ശരി, ഞാൻ രക്ഷപ്പെടുമെന്നൊരവസ്ഥ എന്റെ മനസ്സിലേക്ക് വന്നു. ഒരാശ്വാസത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥ എനിക്ക് കടന്നു വന്നു. അതാണ് ബദരീങ്ങളുടെ പവർ സഹാബത്തിന്റെ മനസ്സിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. മഹാന്മാരുടെ ബർക്കത്തുള്ള അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.